മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ വായിലൂടെ വരുന്ന ഈ വാക്കുകളാണോ? അല്ല എന്നുള്ളത് നമ്മുടെ ബോഡി ലാംഗ്വേജാണ്. പബ്ലിക് സ്പീക്കിങ്ങിലാണെങ്കിൽ നമ്മൾ റെഗുലർ ടോക്കിലാണെങ്കിൽ നമ്മൾ ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ നമ്മളെപ്പോഴും നോക്കണം. നമുക്ക് വേണമെങ്കിൽ ഒരു വിഷാദമുള്ള ഒരാളുടെ അവസ്ഥ എങ്ങനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും വേറെ രീതിയിൽ ആക്ഷൻ. പക്ഷേ നമ്മളൊരു കോൺഫിഡൻസോടെ നമ്മൾ അവരോട് മുഖത്തോട് മുഖം നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഐ കോണ്ടാക്റ്റ് ഒക്കെ നിലനിർത്തി നിൽക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കുള്ള യാത്രയായിരുന്നു. മനുഷ്യൻ്റെ കണ്ണും ഉണ്ടാകുന്ന ഈ ഐ കോണ്ടാക്റ്റാണ് നമ്മൾ ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ. നമ്മളിപ്പോൾ 1000 പേര് ഓഡിയൻസ് ഉണ്ടെങ്കിലും അവരിലേക്കൊക്കെ നമ്മുടെ കണ്ണ് ഇങ്ങനെ നമ്മളിങ്ങനെ പറയുമല്ലോ, നമ്മളൊരു ക്യാമറ ഇങ്ങനെ ചലിക്കുന്നത് പോലെ നമ്മളിങ്ങനെ ചലിച്ചൊരു ഐ കോണ്ടാക്റ്റ് നിലനിർത്താൻ നമ്മളെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അവർ സംസാരിക്കുക. നമ്മളിപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈകൾ എപ്പോൾ ഇവിടെ ഇങ്ങനെ വരാൻ വേണ്ടി നോക്കണം. എന്നിട്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ പല ആക്ഷൻസ് എടുത്തുകൊണ്ട് നമ്മളുടെ ആ ഒരു മൊമെൻറ്റ് അത് വളരെ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയുന്നത്. കാരണം ഈ മൊമെൻ്റാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മൊമെൻറ്റ് നമ്മളുടെ വാക്കുകൾ മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പാർട്ടായിട്ടുള്ള ഈ എനർജിയെ മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കൂടി സഹായിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.